ചേട്ടാ മട്ടൺ ബിരിയാണി ഉണ്ടോ? ഒരു മട്ടൺ ബിരിയാണിയോ? ഇതെന്താ ഇത്? കത്തിരിക്ക കൊള്ളു. ബിരിയാണി വന്നപ്പോൾ നമുക്ക് ഒരു ഫ്രഷ് ഇല തന്നെ കഴിക്കാൻ നല്ലത്. ഞാൻ ഫ്രഷ് ഇല എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മട്ടൺ ബിരിയാണി വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് കുറഞ്ഞിട്ട് നോക്കാം. ഏടാ അവന്മാർ ഇതിനകത്തൊരു മുട്ട ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പതാന്നിരിക്കുന്നത് വെന്തിട്ട് കണ്ടോ. നല്ല അടിപൊളി ടേസ്റ്റ്, അടിപൊളി കണ്ടോ. കണ്ടതേ മട്ടൻ കണ്ടോ അല്ലേ? നല്ല പതുപതാന്നുള്ളത് അല്ല, ചൂട് വറക്കുന്നുണ്ട്. അടിപൊളി സൂപ്പർ. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? അടിപൊളി. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വലിയ സ്പൈസസ് ഒന്നും ചേർത്തിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇത് ആവി പുഴുങ്ങിയ പോലത്തെ ഒരു ടേസ്റ്റാണ്. അതാണ് തോന്നുന്നത് സ്പെഷ്യലായിട്ട് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അരി കണ്ടത് ഒന്നിനോടൊന്നും മുട്ടാതെ നല്ല മാറി മാറി ഇരിക്കുന്നുണ്ടാകും. നമ്മൾ ചിലടത്തൊക്കെ ചെന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടി ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല കണ്ടത് ഉണ്ടോ, മാറി മാറി ഇരിക്കുന്നുണ്ടാകും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മളത് രണ്ടും കൂടെ കഴിക്കുമ്പോഴത്തേക്കും വേറൊരു ടേസ്റ്റാണ്. ഇത് കത്തിരിക്ക കണ്ടോ, കത്തിരിക്ക സാധനം. നമ്മൾ കത്തിരിക്ക തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ട്, മെഴുക്കുവരട്ടി വെച്ച് കഴിച്ചിട്ടുണ്ട്, എല്ലാ രീതിയിലും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ബിരിയാണിയുടെ ഒപ്പം ഇതുപോലൊരു കുളമ്പ് വെച്ച് കഴിച്ചിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. സത്യത്തിൽ ഇത് വളരെ ടേസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഡിഷ് ഏറ്റവും രസകരമാണ്, നല്ല രുചികരമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇതുണ്ട്, ഇതിങ്ങനെ ഇളക്കി കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല ഒളിപ്പിച്ച് വെച്ചൊരു മുട്ട ഇരിപ്പുണ്ട് കേട്ടോ. പാത്ത് വെച്ചിരിക്കുകയാണ്. ഒരു കഷ്ണം കൂടെ ഉണ്ട് കേട്ടോ മട്ടൻ്റെ. അത് എടുക്കാം. നമ്മുടെ നാടൻ ബിരിയാണിയായിട്ട് വളരെ വ്യത്യാസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ നാടൻ ബിരിയാണിയിൽ ഇവിടെ അവർക്ക് ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടി നമ്മൾ അധികം നെയ്യ് ഒഴിക്കാറുണ്ട്. നെയ്യ് ഒഴിച്ചിട്ട് അത് നല്ല മയപ്പെടുത്തി നല്ല ടേസ്റ്റ് ആക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെ തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇത് നമ്മുടെ കൈ കാണുമ്പോൾ അറിയാം നെയ്യുടെ യാതൊരു വിധത്തിലുള്ള ഫീലിങ്സും ഇല്ല. നാച്ചുറൽ ഓയിൽ മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. പിന്നെ ഈ മട്ടൻ്റെ ആ നെയ്യൊക്കെ ഉരുകി ഉണ്ടാകുന്ന ടേസ്റ്റാണ്. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അത് തന്നെയല്ല, ബസുമതി റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും നമ്മുടെ നാട്ടിലെ ബസുമതി റൈസ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ചുകൂടെ നീളമുള്ള നല്ല അതിന് പ്രത്യേക ഒരു രുചിയുള്ള കണ്ടോ. അവിടുത്തെ ഇച്ചിരി വളരെ നീളക്കുറവാണ് അവിടുത്തെ ബസുമതി റൈസ് കണ്ടോ. അപ്പോൾ നമ്മൾ ചെന്നൈയിലെ നായർ മെസ്സിലെ മീൻ കുളമ്പും ചോറും കഴിച്ചു, മട്ടൻ കുളമ്പും ചോറും കഴിച്ചു, അവിടുത്തെ സ്ലൈസായിട്ടുള്ള ഫിഷ് ഫ്രൈ കഴിച്ചു, കൂടാതെ അവിടുത്തെ ഏറ്റവും നല്ല സ്പെഷ്യലായിട്ടുള്ള മട്ടൻ ബിരിയാണിയും കഴിച്ചു. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങളിനി അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ്. ബൈ.